പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ബ്യൂട്ടി ടിപ്സുമായിട്ടൊന്നും അല്ല വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മുടെ ഭവനത്തിൽ ധനത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ്. നമ്മുടെ വീട്ടിൽ ധനത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഈ ഒരു മാർഗ്ഗം ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടുന്നത് അതുപോലെ തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതായിട്ട് അലമാരയുടെ അടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണിത്. വലിയ ചിലവൊന്നും ഉള്ളതല്ല ഇത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നല്ലൊരു മാറ്റം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു മാർഗ്ഗം വളരെയധികം സഹായിക്കും. ഇനി ജോലിക്കൊന്നും പോകണ്ടല്ലോ, ഇതൊക്കെ ചെയ്തിട്ടിരുന്ന അലമാരയുടെ അടിഭാഗത്ത് ഇതൊക്കെ ചെയ്തിട്ടിരുന്നാൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കും. ഒരിക്കലും അല്ല, അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ കർമ്മം ഉറപ്പായിട്ട് ചെയ്തെങ്കിലേ പറ്റൂ. നമ്മുടെ കർമ്മം നല്ല രീതിയിൽ ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് ഇരട്ടിയായിട്ട് കിട്ടും. അത്ര മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ കർമ്മം നമ്മൾ കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണം ഉണ്ടാവുന്നതാണ്. ഇതുകൊണ്ട് നമ്മൾ അനാവശ്യ ചിലവുകൾ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ശമ്പള വർധനം ഉണ്ടാവുക, ജോലിയില്ലാത്ത ആൾക്കാർക്കൊക്കെ ജോലി കിട്ടാനായിട്ട് സഹായിക്കുക. ഇവയൊക്കെ സംഭവിക്കുന്നത് വഴി നമുക്ക് സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ ഇത് അലമാരയുടെ അടിയിൽ ചെയ്തു വെച്ചതിന് ശേഷം വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ കൂടുതൽ അധംപതിച്ച് പോവുകയുള്ളൂ. പിന്നെ ഇത് ചെയ്തതുകൊണ്ട് നമ്മൾ അധംപതിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ പച്ചക്കറിയൊക്കെ മേടിക്കുന്നു. പച്ചക്കറി മേടിച്ച് അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ സമയമാകുമ്പം കറിയാകത്തില്ല. നമ്മളത് കറി വെച്ചെങ്കിൽ മാത്രമേ കറിയാവുകയുള്ളൂ. അത് നമ്മളിനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മളത് കറി വെക്കാതെ നമുക്ക് ഒരിക്കലും കറിയായി കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ഇരട്ടിയായിട്ട് കിട്ടും. സാമ്പത്തിക ഭദ്രതയൊക്കെ ഉയരും അതുവഴി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധിക ചിലവുകളൊക്കെ ഇല്ലാതെ വരും. ആ ഹോസ്പിറ്റലിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ചിലവാകുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും. കാരണം ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ പൈസ ചിലവായിപ്പോവും. നമ്മൾ വിചാരിക്കുന്നതിന് 2 ഇരട്ടി 3 ഇരട്ടി പൈസയൊക്കെ ചിലവായിപ്പോവും. പക്ഷേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പുറകോട്ട് വരികയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പോസിറ്റീവ് എനർജിയെ തടഞ്ഞുകൊണ്ട് നെഗറ്റീവ് എനർജി വലിയ രീതിയിൽ നമ്മളിൽ സ്വാധീനം ചെലുത്തുമ്പോഴാണ് നമ്മൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് എനർജി വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുമ്പോൾ അതിനെ നമുക്കൊന്ന് തടയിടുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്തിട്ട് പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരിക. എനർജി ഉണ്ടാവുകയും അതുവഴി സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇത് ചെയ്തിട്ട് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കോടീശ്വരനാവുകയൊന്നുമില്ല. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ, നമ്മുടെ കർമ്മങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ. ഇതിനായിട്ട് നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള 2 സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. അത് മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വലിയ പൈസ ചിലവൊന്നും ഉള്ള കാര്യങ്ങളും അല്ല ഇത്. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 1 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കത് ചെയ്താൽ മതി. ഈ 1 മാസം മുഴുവൻ ഇതിൻ്റെ ഫലം നമുക്ക് നിലനിൽക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി പണം വരുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവുക, എന്തെങ്കിലുമൊക്കെ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുക, എന്തെങ്കിലും ലോട്ടറി അടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടാതെ ഇരിക്കുന്ന പൈസ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതി നമ്മൾ എഴുതി തള്ളിയ പൈസയൊക്കെ നമുക്ക് കിട്ടാതിരിക്കുന്ന പൈസയൊക്കെ നമുക്ക് കിട്ടുക, ഇവയൊക്കെ നമുക്ക് സംഭവിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അനാവശ്യ ചിലവുകൾ നമുക്കില്ലാതെ വരിക. കാരണം അനാവശ്യ ചിലവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ ഒന്ന് സ്വരുക്കൂട്ടി വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആവശ്യങ്ങളൊക്കെ വരികയും നമ്മൾ സ്വരുക്കൂട്ടിയതും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1 2 ഇരട്ടിയും കൂടി നമുക്ക് ചിലവായി പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ ഇരിക്കാനും സഹായിക്കുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ടുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ വ്യാഴാഴ്ച ദിവസം ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ഞായറാഴ്ച ദിവസം ചെയ്യണം. ഈ 2ൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. എല്ലാ പ്രായത്തിലുള്ളവർക്കും കുട്ടികൾക്കും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മുതിർന്നവർക്കും ചെയ്യാവുന്നതാണ്. അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരേപോലെ ഇത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണിത്. അതുപോലെ തന്നെ കുളിച്ച് ശുദ്ധിയായതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. അതുപോലെ സ്ത്രീകളൊക്കെ പീരിയഡ്സ് ടൈമിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പുലപാലായ്മയൊക്കെ ഉള്ള സമയത്ത് മരണാനന്തര കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ ആ സമയത്തൊന്നും ഇത് ചെയ്യാൻ പാടില്ല. നല്ല ശുദ്ധിയോടുകൂടി വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏറ്റവും നമുക്ക് അറിയാം ലക്ഷ്മി ദേവി കടാക്ഷമുള്ള രണ്ട് സാധനങ്ങളാണ്. ലക്ഷ്മി ദേവിയുടെ ഏറ്റവും കടാക്ഷമുള്ള ഒരു സാധനമാണ് കല്ലുപ്പ് എന്ന് പറയുന്നത്. ആ കല്ലുപ്പാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത്. രണ്ടാമത് വേണ്ടുന്നത് ചെറുനാരങ്ങയാണ്. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങയും കല്ലുപ്പും എടുക്കുന്ന സമയത്ത് കല്ലുപ്പ് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് എടുക്കരുത്. നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം കല്ലുപ്പ്. ശേഷം ബാക്കിയുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാചകത്തിന് എടുക്കാവുന്നതാണ്. പക്ഷേ പാചകത്തിന് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കി കല്ലുപ്പ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കരുത്. അതുപോലെ തന്നെ ചെറുനാരങ്ങ എടുക്കുന്ന സമയത്ത് പച്ച നാരങ്ങ എടുക്കാനായിട്ട് ശ്രമിക്കരുത്. നല്ല പഴുത്ത നല്ല മഞ്ഞ കളറിലുള്ള നാരങ്ങ തന്നെ എടുക്കണം. അതും കേടുപാടുകളൊന്നും ഇല്ലാത്തതും ചീഞ്ഞു പോയതും ഒന്നും ആയുള്ള നാരങ്ങ എടുക്കരുത്. നല്ല വൃത്തിയുള്ളതും നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു നാരങ്ങ വേണം എടുക്കാനായിട്ട്. അടുത്തതായിട്ട് വേണ്ടുന്നത് ഇതിനൊരു പാത്രമാണ്. ഇത് വയ്ക്കുന്നത് ഒരു പാത്രത്തിൽ വേണം. ഒന്നുകിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാത്രത്തിൽ വയ്ക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടി ഒക്കെ ഉണ്ടല്ലോ, മൺപാത്രങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള പാത്രങ്ങളിലും വയ്ക്കാവുന്നതാണ്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇത് വയ്ക്കുകയേ ചെയ്യരുത്. കാരണം ഉപ്പും അതുപോലെ തന്നെ നാരങ്ങയാണ്. ഒരു കാരണവശാലും നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പാത്രം എടുക്കും. അടപ്പുള്ള പാത്രമായിരിക്കണം എടുക്കുന്നത്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ കല്ലുപ്പിട്ട് നിറയ്ക്കാവുന്നതാണ്. ചെറിയ പാത്രം എടുത്താൽ മതി. ആ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ട് നിറയ്ക്കുക. അതിനുശേഷം നാരങ്ങ നമുക്ക് രണ്ടായിട്ട് മുറിക്കുക. രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഈ കല്ലുപ്പിൻ്റെ മുകളിൽ മലർത്തി വയ്ക്കുക. കാരണം നാരങ്ങയുടെ മുറിച്ച ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ മലർത്തി വയ്ക്കുക. മലർത്തി വെച്ചതിന് ശേഷം ഈ പാത്രം നമുക്ക് കയ്യിലെടുക്കാം. കയ്യിലെടുത്തതിന് ശേഷം കിഴക്കോട്ട് ദർശനമായിട്ട് നിന്നതിന് ശേഷം നമ്മുടെ കുടുംബദേവതയോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തെയോ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കഷ്ടതകളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് നന്മ വരുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക ഭദ്രതയൊക്കെ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് നമുക്ക് അലമാരിയുടെ അടിഭാഗത്ത്, അലമാരിയുടെ അകത്തല്ല, അലമാരിയുടെ പുറത്ത് അടിഭാഗത്ത് അടിയിലേക്ക് ആരും കാണാത്ത രീതിയിൽ വെക്കണം. കാരണം നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരല്ലാതെ മറ്റൊരാൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയരുത്. ഇത് നമ്മുടെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഇല്ലായ്മ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭവനത്തിലേക്ക് പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഒഴികെ മറ്റുള്ള ആൾക്കാർ ആരും ഇതിനെക്കുറിച്ച് അറിയാനേ പാടില്ല. കാരണം എല്ലാവരോടും നമ്മൾ പറയുക ഇങ്ങനെ ഒരു കർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആരോടും പറയാനായിട്ടേ പാടില്ല. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. കാരണം എല്ലാവരും പറയത്തില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉണ്ടാവത്തില്ലെന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇത് പങ്കുവയ്ക്കാതിരിക്കുക. അതുപോലെ 5 ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ നാരങ്ങ എടുത്തതിന് ശേഷം ഇത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഒഴുകുന്ന വെള്ളത്തിലൊഴുക്കി കളയുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടാത്ത ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ഇട്ടിരിക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മൾ ചവിട്ടുന്ന ഭാഗത്തൊന്നും ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 ദിവസം പൂർത്തിയാകുന്നത് വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞതിന് ശേഷം ശനിയാഴ്ച ദിവസം മാത്രമേ ഇത് കളയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസമാണ് ഇത് 5 ദിവസം തികയുന്നത് എങ്കിൽ ചൊവ്വാഴ്ച ദിവസം കഴിഞ്ഞ് ബുധനാഴ്ച ദിവസം മാത്രമേ ഇത് കളയാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത് കളയാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. വളരെയധികം പുരോഗതി നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.